പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ടൈമിൽ അവിടെ എത്താൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ നമുക്കൊരു 10 മണിക്കാണ് ഇൻ്റർവ്യൂ പറഞ്ഞതെങ്കിൽ നമ്മളൊരു 9:45 അവിടെ പോയിട്ട് കാര്യമില്ല. എന്തായാലും നിങ്ങളിവിടെ ആദ്യമായിട്ടാണ് ഇവിടെ ദുബായിലുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു ഇൻ്റർവ്യൂ നമുക്ക് പറഞ്ഞേക്കുന്നത് 10 മണിക്കാണെങ്കിൽ നിങ്ങൾ ഒരു 2 മണിക്കൂർ മുമ്പ് തന്നെ നിങ്ങളുടെ റൂമിൽ നിന്ന് ഇറങ്ങുക. കാരണം എന്തായാലും നിങ്ങളവിടെ വഴിതെറ്റും. നിങ്ങൾ മെട്രോ ഒക്കെ കയറി ആ ലൊക്കേഷനൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തുമ്പോഴേക്കും ഒരു സമയമാകും. മാക്സിമം അരമണിക്കൂർ മുമ്പേ എങ്കിലും നിങ്ങളവിടെ എത്താൻ വേണ്ടി ശ്രമിക്കുക. അതിന് ആ സമയത്തിന് ഉള്ളിൽ അവിടെ എത്തുമ്പോൾ നിങ്ങൾക്കൊന്ന് റിലാക്സ് ചെയ്യാനും നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്ന് സെറ്റ് ആകാനായിട്ടും കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം ഒരു അരമണിക്കൂർ നേരത്തെയെങ്കിലും നിങ്ങൾക്ക് ഇൻ്റർവ്യൂ എവിടെയാണോ പറഞ്ഞിരിക്കുന്നത് ആ ലൊക്കേഷനിൽ എത്താനായിട്ട് ശ്രമിക്കും. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഇൻ്റർവ്യൂ കിട്ടുകയാണ്, ഇൻ്റർവ്യൂ കോൾ വരികയാണ്. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ 2 ഇൻ്റർവ്യൂ കൂടുതൽ എടുക്കരുത്. അതായത് ഒരു ഇൻ്റർവ്യൂ മോർണിംഗിലാണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഈവനിങ്ങിലൊക്കെ ആയിരിക്കാം ചിലപ്പോഴൊക്കെ. അതല്ല ഒരു 3 ഇൻ്റർവ്യൂ ഒരു ദിവസമായിട്ട് ഒരിക്കലും എടുക്കരുത്. കാരണം നിങ്ങൾ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് എത്താൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ ഈ 3 ഇൻ്റർവ്യൂവും കൂടെ നിങ്ങളത് ഒരു ദിവസത്തേക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ എന്തായാലും മിസ്സാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇൻ്റർവ്യൂവിൻ്റെ ടൈമൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്. അതുപോലെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അക്കൗണ്ട്സിലൊക്കെ ഏത് ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നത്. ഇത് അക്കൗണ്ട്സ് മാത്രമല്ല, നിങ്ങൾ ഏത് ഫീൽഡിലാണ് ജോബ് അന്വേഷിക്കുന്നത് ആ ഫീൽഡിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ചോദിക്കുന്നതെന്ന് നിങ്ങൾ മാക്സിമം അന്വേഷിക്കുക. അതായത് ഇപ്പോൾ ഞാനൊക്കെ ചെയ്തതെന്താണെന്ന് വെച്ചാൽ യൂട്യൂബിൽ കയറിയിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കൊടുത്തു നോക്കുമ്പോൾ എന്തായാലും അക്കൗണ്ട്സ് ഫീൽഡ് ആണ് നോക്കുന്നതെങ്കിൽ അക്കൗണ്ടൻറ്റ്, അതായത് അക്കൗണ്ടിങ്ങിൻ്റെ നമ്മുടെ ഡെഫിനിഷൻ ചോദിക്കും. അതുപോലെ ഗോൾഡൻ പ്രിൻസിപ്പിൾ, പിന്നെ മെയിനായിട്ടുള്ള എൻട്രികൾ, അങ്ങനെയുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങളൊന്ന് നോക്കണം. അതായത് ഇപ്പോൾ ഏത് ഫീൽഡിലാണെങ്കിലും മെയിനായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറി നോക്കി ഒന്ന് സെറ്റായിട്ട് വേണം നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അതുപോലെ നമ്മുടെ ഏത് ഇൻ്റർവ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് ആദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് നിങ്ങളെപ്പറ്റി അറിയാത്തതൊന്നുമല്ല. നിങ്ങളുടെ CV ആണ് അവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവർക്കറിയാം നിങ്ങളുടെ പേരെന്താണെന്ന് അറിയാം, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ അവർക്കറിയാം. പക്ഷേ നിങ്ങൾ ആ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുന്നതിലൂടെ നിങ്ങൾ അവിടെ തെളിയിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലാണ്. അപ്പോൾ നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്ന ആ ഒരു ക്വസ്റ്റ്യനിലൂടെയാണ് നിങ്ങളുടെ ഇൻ്റർവ്യൂവിൻ്റെ മെയിൻ മാർക്ക് വീഴുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ നല്ല രീതിയിൽ പറയാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. മെയിനായിട്ട് ഒരു കാര്യം പറയാനാണ്, അതായത് നമ്മുടെ ഇൻ്റർവ്യൂ ഒരു കമ്പനി ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂവിന് കോൾ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂ കോൾ ചെയ്യുന്ന ഈ കമ്പനി നിങ്ങളുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ നാളെ വരുമ്പോൾ ഇത്ര എമൗണ്ട് ഇതിൻ്റെ ഫീ ആയിട്ട് അല്ലെങ്കിൽ ചാർജ് ആയിട്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ദുബായിൽ ഒരു കമ്പനികളും ഫീ കൊടുത്തിട്ട് അല്ലെങ്കിൽ ചാർജ് ഈടാക്കിയിട്ട് ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യാറില്ല. ഇത്തരം ചാർജുകൾ ഈടാക്കുന്നത് ഒരിക്കലും ജെന്യുവൻ ആയിട്ടുള്ള കമ്പനി ആയിരിക്കില്ല, അതൊരു ഫ്രോഡായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എമൗണ്ട് കൊടുത്തിട്ട് ക്യാഷ് കൊടുത്തിട്ട് ഒരു ഇൻ്റർവ്യൂവിനും പോകരുത്. അങ്ങനെ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ അത് ജെന്യുവൻ ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആവുകയില്ല. അതുപോലെ നമുക്ക് ആദ്യം ലഭിക്കുന്നത് ഒരു ഇൻ്റർവ്യൂ ഇൻവിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മെയിലായിരിക്കും. എനിക്കൊക്കെ കിട്ടിയതൊക്കെ ആയിരുന്നു കേട്ടോ. അതൊരു മെയിലിലൊക്കെ ഒരു HR-ൻ്റെ നെയിമൊക്കെ വന്നിട്ട് ആ ലൊക്കേഷൻ കാണിച്ചിട്ട് നിങ്ങൾ ഇന്ന സമയത്ത് ഇവിടെ ഇൻ്റർവ്യൂവിന് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, നിങ്ങളുടെ പാസ്പോർട്ട് കോപ്പി അങ്ങനെ നിങ്ങൾ എടുത്തിട്ട് വരണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. അപ്പോൾ ആ മെയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കമ്പനി തരുന്നതല്ല. ആ മെയിൽ എന്തായാലും അതൊരു ഏജൻസി ആയിരിക്കും. അപ്പോൾ അത്തരം ഏജൻസികളിലൊക്കെ പോയാൽ നമ്മൾ ക്യാഷ് കൊടുക്കേണ്ടി വരും. അപ്പം ഇത്തരം കാര്യങ്ങളൊന്നും പോകാതെ നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികളിൽ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ അതിലൊന്നും പോയി ചാടരുത്. നിങ്ങൾ ജെന്യുവൻ ആയിട്ടുള്ള കമ്പനികളിൽ മാത്രം ഇൻ്റർവ്യൂ ചെയ്ത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറേ കാര്യങ്ങൾ. പക്ഷേ നിങ്ങൾ ഒന്നാമത്തെ ഇൻ്റർവ്യൂവിന് പോവും, രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് പോവും, ചിലപ്പോൾ 3-4 ഇൻ്റർവ്യൂവിനൊക്കെ പോവുമായിരിക്കും. നിങ്ങൾ ഒരു മാസത്തെ പിന്നെയും നിങ്ങൾ വിസിറ്റ് വിസ പുതുക്കേണ്ടി വരും. പക്ഷെ അത്തരം സന്ദർഭങ്ങളൊക്കെ ഉണ്ടായാലും നിങ്ങളുടെ ആത്മവിശ്വാസം കളയരുത്, നിങ്ങളുടെ ഹോപ്പ് കളയരുത്. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ ടൈമിൽ നിങ്ങളുടെ ജോബ് നിങ്ങൾക്ക് സെറ്റാകും. ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോബ് ലഭിക്കും. താങ്ക് യു.